ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുകയാണ്, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമല്ലണമേ. ദൈവസന്നിധിയിൽ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുക. നമുക്കൊരാവശ്യം, നമ്മുടെ ഒരു ആവശ്യത്തിൽ, നമ്മുടെ സങ്കടത്തിൽ, നമ്മുടെ പ്രയാസത്തിൽ ദൈവസന്നിധിയിൽ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവത്തോട് പറയാം, ദൈവമേ അങ്ങ് എനിക്ക് ഉത്തരമല്ലണമേ. ഈ സങ്കീർത്തനക്കാരൻ അങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചിട്ട് പറയുവാണ്, കർത്താവേ എനിക്ക് ഉത്തരമല്ലണമേ. യഹോവേ, ഞാൻ നിന്റെ ചട്ടങ്ങളെ പ്രമാണിക്കും. ദൈവമേ, അങ്ങയുടെ ചട്ടങ്ങൾ, അങ്ങയുടെ കൽപ്പനകൾ ഞാൻ പ്രമാണിക്കാം. അങ്ങ് എനിക്ക് ഉത്തരമരുളണം. അങ്ങ് എന്തെല്ലാം ചട്ടങ്ങൾ വെച്ചിട്ടുണ്ടോ, കൽപ്പനകൾ വെച്ചിട്ടുണ്ടോ, ഇതെല്ലാം ഞാൻ പ്രമാണിക്കാം. പക്ഷെ കർത്താവ് എൻ്റെ വിഷയത്തിൽ എനിക്ക് വേണ്ടി ഒരു ഉത്തരമരുളണമേ. വീണ്ടും പറയുവാണ്, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുവാണ്, എന്നെ രക്ഷിക്കണേ. ഞാൻ ആയിരിക്കുന്ന അധമപാതാളത്തിൽ നിന്ന്, ഞാൻ ആയിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് കർത്താവെ അവിടുന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ വീണ്ടും ഈ സങ്കീർത്തനക്കാരൻ പറയുകയാണ്. സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും പറയാം, ദൈവമേ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവമേ അങ്ങ് എന്നെ രക്ഷിക്കണമേ. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കും. കർത്താവെ അങ്ങയുടെ സാക്ഷ്യങ്ങളെ ഞാൻ പ്രമാണിക്കും. അപ്പം ഞാൻ അങ്ങയുടെ ചട്ടങ്ങളെ അനുസരിക്കുകയും സാക്ഷ്യങ്ങളെ പ്രമാണിക്കുകയും ചെയ്യാം. പക്ഷേ കർത്താവെ അവിടുന്ന് എനിക്ക് ഉത്തരമല്ലണം, അവിടുന്ന് എന്നെ രക്ഷിക്കണം എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നമ്മുടെ അവസ്ഥയിൽ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവെ ഞാൻ അങ്ങയുടെ ചട്ടങ്ങളെ പ്രമാണിക്കും, കർത്താവെ ഞാൻ അങ്ങയുടെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കും. പക്ഷെ കർത്താവെ അവിടുന്ന് എന്നെ രക്ഷിക്കണം, അവിടുന്ന് എനിക്ക് ഉത്തരമരുളണം. എൻ്റെ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവമേ അങ്ങയുടെ ഉത്തരത്തിനായി ഞാൻ കാത്തിരിക്കുന്നു, എന്നെ സഹായിക്കണമേ. ഇങ്ങനെ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.